ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് മികച്ച അഭിപ്രായം നേടിയത് നല്ല കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് തുടക്കം. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിസ്മയ മോഹൻലാൽ, ആശിഷ് ജോ ആന്റണി, മോഹൻലാൽ, സായി കുമാർ, മനോജ് കെ ജയൻ എന്നിങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ട താരങ്ങൾ. സിനിമ 6ാം ദിവസമായ ബുധനാഴ്ചയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നലെ 5ാം ദിവസമായ ചൊവ്വാഴ്ച അപേക്ഷിച്ച് ഇന്ന് ഈ സിനിമയുടെ കളക്ഷൻ കൂടിയിട്ടുണ്ട്. ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമ കേരളത്തിൽ 1,70,00,000 രൂപയാണ് കളക്ട് ചെയ്യുന്നത്. അങ്ങനെ 5 ദിവസം കൊണ്ട് 13,78,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. കർണാടകയിൽ 5 ദിവസം കൊണ്ട് 1,04,00,000 രൂപയും തമിഴ്നാട്ടിൽ 29,50,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 58,50,000 ഉൾപ്പെടെ ഇന്ത്യൻ ഗ്രോസായി 15,70,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വിദേശത്ത് 12 ദിവസം കൊണ്ട് $1.33 മില്യൺ, അതായത് 12,68,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 5 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 28,38,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഇനി 6ാം ദിവസം ബുധനാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 1,90,00,000 2 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 6 ദിവസം കൊണ്ട് 15,75,00,000 റേഞ്ചിലാണ് കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. വേൾഡ് വൈഡ് ഗ്രോസ് 31 കോടിക്ക് മുകളിലും പ്രതീക്ഷിക്കുന്നു. ലോകേഷ് കനകരാജ് പ്രധാന താരമായി, അരുൺ മാതേശ്വരൻ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് മികച്ച തരംഗമായി മുന്നേറ്റം തുടരുന്ന തമിഴ് സിനിമയാണ് DC. സിനിമയുടെ 5 ദിവസത്തെ കളക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം 10,58,00,000 രൂപയാണ് തമിഴ്നാട് കളക്ഷൻ. കേരളത്തിൽ 5 ദിവസം കൊണ്ട് 8,04,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. തെലങ്കാനയിൽ 6,48,00,000, കർണാടകയിൽ 4,19,00,000, ആന്ധ്രയിൽ 3,80,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 3,01,00,000 എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 36,10,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. വിദേശത്ത് $1.78 മില്യൺ നേടിയെടുത്തിട്ടുള്ളത്, അതായത് 16,98,00,000 രൂപ. ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസായി 5 ദിവസം കൊണ്ട് 53,08,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. ഇനി 6ാം ദിവസമായ ബുധനാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 1,90,00,000 റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ സിനിമ 10 കോടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 6.5-7 കോടി റേഞ്ചിലാണ്. അങ്ങനെ 6 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 59.60 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ഓണം റിലീസായി ഓഗസ്റ്റ് 20 തിയേറ്ററിലെത്തും എന്ന് പ്രഖ്യാപിച്ചിരുന്ന സിനിമയാണ് അയാം ഗെയിം. ദുൽഖർ സൽമാൻ നായകനായി നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്ത ഈ സിനിമയുടെ യൂറോപ്പ്, GCC ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പ്രൊമോഷൻ പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ വഴി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്ന പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ സിനിമയുടെ റിലീസിംഗ് മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് വാർത്ത വന്നിട്ടുള്ളത്. നേരത്തെ സിനിമയുടെ ട്രെയിലർ റിലീസിംഗും ഇതുപോലെ തീയതി പ്രഖ്യാപിക്കുകയും പിന്നീട് മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. സിനിമ ഇന്ന് തിയേറ്ററിലെത്തും എന്ന പ്രഖ്യാപനം നിലവിൽ വന്നിട്ടില്ല. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന ഹോളിവുഡ് സിനിമ തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 14 ദിവസം പിന്നിടുകയാണ്. ചിത്രം 13ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 47,00,000 രൂപയാണ്. അങ്ങനെ കേരളത്തിൽ നിന്ന് മാത്രം സിനിമ നേടിയെടുത്തിരിക്കുന്നത് 35,21,00,000 രൂപയാണ്. കർണാടകയിൽ നിന്ന് മാത്രം സിനിമ കളക്ട് ചെയ്തത് 66 കോടി രൂപയായിരുന്നു. തമിഴ്നാട്ടിൽ 47,01,00,000, തെലങ്കാനയിൽ 39,01,00,000, ആന്ധ്രാപ്രദേശിൽ 17,57,00,000 എന്നിങ്ങനെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തത് 204,80,00,000 രൂപയാണ്. സിനിമ 3D എക്സ്പെൻസ് ഉൾപ്പെടെ ആദ്യ 13 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 581,86,00,000 രൂപയാണ്. 3D എക്സ്പെൻസ് ഒഴിവാക്കി 521,36,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഷെയറായി സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് 234,50,00,000 രൂപയുമാണ്. $225 മില്യൺ ബഡ്ജറ്റുള്ള ഈ സിനിമ ഇന്നലെ വരെ $1,709 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ കറൻസിയിൽ ഏകദേശം 16,600 കോടി രൂപ. ദി ഒഡീസി എന്ന ഹോളിവുഡ് സിനിമ തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 27 ദിവസമാണ് പിന്നിടുന്നത്. ചിത്രം 26ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 9,70,75,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 26 ദിവസം കൊണ്ട് കേരളത്തിൽ 13,29,00,000 രൂപയാണ് സ്വന്തമാക്കിയത്. ഇന്ത്യൻ ഗ്രോസായി 228,04,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യയിൽ നിന്ന് ഷെയറായി 95,66,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. $250 മില്യൺ ബഡ്ജറ്റുള്ള ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി $1,138 മില്യൺ കളക്ട് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നോട്ട് പോകുന്ന പഞ്ചാബി സിനിമയാണ് യാർ ജിഗിരി കസൂതി ഡിഗിരി. റബ്ബി തിവാന തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ലക്കി ദാലിവാൾ, അമൃത് അംബി, അരവിന്ദർ ഭാട്ടി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ 5 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. പഞ്ചാബിൽ 3,87,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി ആദ്യ 5 ദിവസം കൊണ്ട് 5,03,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തിയ ഓ മൈ ഡോഗ് എന്ന ബോളിവുഡ് സിനിമയുടെ കളക്ഷൻ വിവരങ്ങളും വന്നിട്ടുണ്ട്. സിനിമ 5ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച ഇന്ത്യൻ ഗ്രോസായി 38,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 5 ദിവസം കൊണ്ട് അങ്ങനെ ഇന്ത്യയിൽ നിന്ന് 4,96,00,000 രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. 2,35,00,000 രൂപ ഷെയറായി കിട്ടിയിട്ടുണ്ട്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.